ഓം നമ ശിവായ. ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക. കാക്ക നമ്മളുടെ വീടിൻ്റെ പരിസരത്തും ചുറ്റുപാടും എല്ലാ ദിവസങ്ങളും വരാറുണ്ട്. കൂട്ടം കൂട്ടമായി പറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ നമ്മളുടെ മുന്നിലും പിന്നിലും വന്ന് കാക്ക ശബ്ദിക്കാറുണ്ട്. അതുപോലെ കാക്ക ഭക്ഷണ സാധനങ്ങൾ, മറ്റുള്ള വസ്തുക്കൾ കൊത്തിക്കൊണ്ട് പറന്നു വരികയും പറന്നു പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അതിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണങ്ങളും ഫലങ്ങളും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും അതിൻ്റെ പര്യവസാനം വരെ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാകുന്നു. കാക്കകൾ നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് വരാറുണ്ടെന്ന് പറഞ്ഞു. കൂടാതെ കൊക്കുകൊണ്ടും ചിറക് കൊണ്ടും കാലുകൾ കൊണ്ടും നമ്മളെ ചിലപ്പോഴെങ്കിലും ഉപദ്രവിക്കാറുമുണ്ട്. അത് കാണിക്കുന്നത് നമ്മൾക്ക് ശത്രുക്കൾ ധാരാളം വർദ്ധിക്കുവാൻ പോകുന്നു, നമ്മൾക്ക് ശത്രുക്കൾ ചുറ്റുപാടും വന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇനി നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ അത് മേലോട്ടും താഴോട്ടുമെല്ലാം തന്നെ നോക്കിക്കൊണ്ട് കാക്കകൾ ചിറകുകളിലാക്കിക്കൊണ്ടുള്ള യാത്ര ആരംഭത്തിൽ കാക്കകൾ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വഴിയിൽ ഭയമുണ്ടാകും എന്നതിൻ്റെ സൂചനയാണ്. രത്നങ്ങൾ, പുഷ്പങ്ങൾ മുതലായവയെല്ലാം തന്നെ കൊത്തിക്കൊണ്ട് പറന്നുയരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഇത് ബന്ധനമുണ്ടാക്കും എന്നതിൻ്റെ സൂചനയാണ്. നമ്മൾക്ക് യാത്രാ സമയത്ത് നെല്ല്, ധാന്യങ്ങളെല്ലാം തന്നെ കൊത്തിക്കൊണ്ട് കാക്ക പറന്നുയരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പുഷ്പങ്ങളെല്ലാം തന്നെ ഇവ കൊത്തിക്കൊണ്ട് പറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ സൂചന എന്ന് പറയുന്നത് നമ്മൾക്ക് ധനലാഭം ഉണ്ടാകുവാൻ പോകുന്നു, അഭിവൃദ്ധി ഉണ്ടാകുവാൻ പോകുന്നു, സമ്പത്ത് നമ്മൾക്ക് വളരെയധികം ഉണ്ടാകുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. എന്നാൽ കാക്ക ശരീരത്തിൽ മലവിസർജനം ചെയ്യുന്നത് നമ്മൾ കാണാനിടയുണ്ട്. ചിലപ്പോൾ നമ്മൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അത് നമ്മൾക്ക് ധാരാളം ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മൾക്ക് കൊയ്യുന്നത് വിളവ് ധാരാളം ഉണ്ടാകുവാൻ പോകുന്നു, അല്ലെങ്കിൽ ഫലപുഷ്ടമായിട്ടുള്ള ധാരാളം സാധനങ്ങൾ നമ്മൾക്ക് ലഭിക്കുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. യാത്രാ അവസരത്തിൽ കാക്ക വല്ല സാധനവും അടുത്തുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടെന്നാൽ ആ സാധനം നമ്മൾക്ക് ലഭിക്കും. ഇപ്പോൾ സ്വർണമാണ് കൊണ്ടുവരുന്നെങ്കിൽ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ വെള്ളി, അരിഞ്ഞാണം, അതുപോലുള്ള സാധനങ്ങൾ, നമ്മൾ മാല, ഇവയെല്ലാം കൊത്തിക്കൊണ്ട് വരികയോ പറന്നു പോവുകയോ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മൾക്ക് ലഭിക്കുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ശനി ഭഗവാനിലൂടെ കാക്കയിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കാക്ക വെള്ളത്തിൽ കുളിച്ചുകൊണ്ടോ അതുപോലെ തന്നെ ചിറകിട്ടടിച്ചുകൊണ്ടോ ഇങ്ങനെ നമ്മൾ കാണുന്നതാറുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കുകയും ചിറകുകൊണ്ട് അടിക്കുകയും അതുകൂടാതെ കൊണ്ട് തന്നെ അത് മണ്ണിലേക്ക് പോവുകയും മണ്ണിൽ കിടന്ന് കുറച്ച് പൊടിയെല്ലാം തന്നെ ശരീരത്തിൽ പിടിപ്പിച്ചുകൊണ്ട് വീണ്ടും കുളിക്കുകയും ചെല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾക്ക് മഴ പെയ്യുവാൻ പോകുന്നു, മഴ, ശക്തമായിട്ടുള്ള മഴയെല്ലാം നമ്മളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടും വരുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചന മാത്രമാണ്. അപ്പോൾ ഇനി ആദിത്യ ഭഗവാന് അഭിമുഖമായിട്ട്, സൂര്യഭഗവാൻ അഭിമുഖമായിക്കൊണ്ട് കാക്ക ചിറകുകൾ ഇറക്കിക്കൊണ്ടും കാക്ക കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ സൂചന ആദിത്യ ഭഗവാനിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്, അഥവാ ശനി ഭഗവാനിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾക്ക് അഗ്നിഭയം ഉണ്ടാകുവാൻ പോകുന്നു. അതിന് നമ്മൾ വേണ്ടുന്ന സംരക്ഷണം, മുൻകരുതലുകളെല്ലാം തന്നെ എടുത്ത് നമ്മൾ, അഥവാ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മുൻകൂട്ടി ചെയ്യുക എന്നതിൻ്റെ സൂചന മാത്രമാണ്.
അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളുടെ ജീവിതത്തിൽ തരുന്ന അനുഭവങ്ങളാണ്. നമ്മൾ കാണുകയും നമ്മളുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്ന ധാരാളം അനുഭവങ്ങളെയാണ് ഈ കാക്കയിലൂടെ ശനി ഭഗവാൻ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. കാക്ക ഗൃഹത്തിൽ വന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് കരയാറുണ്ട്. അതുപോലെ തന്നെ ശബ്ദിക്കുന്ന അത് അങ്ങനെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് ശബ്ദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ദോഷം വരുവാൻ പോകുന്നു. വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ശബ്ദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കലഹങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നു. അതിൻ്റെ സൂചനയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന എല്ലാവിധ പ്രതിരോധങ്ങളും നമ്മൾ മുൻകൂട്ടി എടുത്തുകൊള്ളണം. അതിനുവേണ്ടി ഭഗവാൻ നമ്മൾക്ക് നേരിട്ട് തൻ്റെ വാഹനത്തിലൂടെ വന്ന് കാണിച്ചു തരുന്നതിൻ്റെ സൂചനയാണ്. യാത്രാവസരത്തിൽ ചെവിയോളം ഉയരത്തിൽ കാക്ക കരഞ്ഞുകൊണ്ട് പറക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ആ യാത്ര എന്ന് പറയുന്നത് നമ്മൾക്ക് ക്ഷേമമായിരിക്കും. എന്നാൽ പക്ഷേ അത് കാര്യം സാധിക്കുന്നതല്ല എന്നാണ് പറയുന്നത്, എന്നാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ അഭിമുഖമായി കരഞ്ഞുകൊണ്ട് പറന്നുയരുന്നതാണ് നമ്മൾ കാണുന്നതെങ്കിൽ യാത്ര പോകാതെ മടങ്ങിപ്പോരുന്നതാണ് നല്ലത്. എന്നാൽ നമ്മൾക്ക് ആ യാത്രയിൽ യാതൊരുവിധ ഫലവും ഉണ്ടാകുന്നതല്ല എന്നാണ് അതിൻ്റെ സൂചനയാണ് നമ്മൾക്ക് നൽകുന്നത്. ഇനി യാത്ര പുറപ്പെടുമ്പോൾ തന്നെ പിന്നെയും വളരെ വളരെ പിന്നിലുമായിട്ട് കരഞ്ഞുകൊണ്ട് നമ്മളുടെ പിന്നാലെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് തുടർച്ചയായിട്ട് പറന്നു കണ്ടതാൽ നമ്മൾക്ക് ധനലാഭം ഉണ്ടാകും. അത് നമ്മൾക്ക് സമ്പത്ത് വരുവാൻ പോകുന്നു. അതുകൂടാതെ തന്നെ യാത്ര പുറപ്പെടുമ്പോൾ മുമ്പിൽ വെച്ച് കരഞ്ഞുകൊണ്ടും അവിടെ നിന്ന് അതിവേഗം പറന്നുപോയാൽ വളരെ ധനം ലഭിക്കും. നമ്മുടെ മുന്നിൽ വെച്ച് പെട്ടെന്ന് തന്നെ കാക്ക പറന്നു പോകുന്നത് കണ്ടെന്നാൽ ഓർത്തിരിക്കുക, അത് നമുക്ക് വളരെയധികം ധനലാഭം ഉണ്ടാക്കുവാൻ പോകുന്നു. അപ്പോൾ ഇന്ന് കിട്ടുമെന്നല്ല, സമീപ ഭാവിയിൽ 1 മാസത്തിലോ 2 മാസത്തിനോ ഇടയ്ക്ക് നമ്മൾക്ക് ധനലാഭം ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണ്. അതുപോലെ തന്നെ സുഗന്ധപുഷ്പങ്ങൾ വൃക്ഷങ്ങളിലോ അതുപോലെ തന്നെ പാലുള്ള വൃക്ഷങ്ങളിലോ അതുകൂടാതെ തന്നെ മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങളിലോ ഇരുന്നു കൊണ്ട് കാക്ക കരയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുക, നമ്മൾക്ക് ധനലാഭം ഉണ്ടാകുവാൻ പോകുന്നു എന്ന് എൻ്റെ സൂചനയാണ്. ഇതുകൂടാതെ നെല്ല് വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളിൽ ഇരുന്നു കൊണ്ട് കാക്ക കരയാറുണ്ട്. അതുപോലെ തന്നെ അമ്പലങ്ങളുടെ മുകളിൽ, മാളിക മുകളിൽ, ശ്രേഷ്ഠമായിട്ടുള്ള ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് കാക്ക കരയാറുണ്ട്. ആ യാത്രയുടെ സമയത്ത് നമ്മൾ കാണാറുണ്ട്. അത് കാണുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുക, നമ്മൾക്ക് സമ്പൽ സമൃദ്ധി വർദ്ധിക്കുവാൻ പോകുന്നു, നമ്മളുടെ കഷ്ടതകളും അതുപോലെ തന്നെ നമ്മളുടെ ദുഃഖങ്ങളും എല്ലാം തന്നെ മാറുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. മുൻവശത്തോ പിൻവശത്തോ ചാണകത്തിൻ്റെ മേളിലിരുന്നു കൊണ്ട് കാക്ക കരയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുക, നമ്മൾക്ക് ധനലാഭം ഉണ്ടാകുവാൻ പോകുന്നു, സമ്പത്ത് വർദ്ധിക്കുവാൻ പോകുന്നു. ഇവയെല്ലാം തന്നെ നമ്മൾക്ക് മുൻകൂട്ടിയുള്ള ഒരു സൂചന നൽകുന്നതാണ്. നമ്മൾക്ക് ദോഷങ്ങൾ വരുമ്പോൾ അതിൻ്റെ മുൻകൂട്ടിയുള്ള പ്രതിവിധി നമ്മൾ കണ്ടുകൊള്ളണം എന്നെല്ലാം തന്നെ കാക്ക ശനി ഭഗവാന്റെ കൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒന്നാണ്. എന്നാൽ കാക്കകൾ കയർ കൊത്തിക്കൊണ്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കയർ കൊത്തിക്കൊണ്ട് ഇങ്ങനെ കാക്കകൾ വരുന്നത് നമ്മൾ കണ്ടെന്നാൽ ഓർത്തിരിക്കുക, നമ്മൾക്ക് സർപ്പദോഷമുണ്ട്. ആ സർപ്പദോഷത്തിനെ കുറിച്ച് കാണിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാൻ പോകുന്നതെല്ലാം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ ഉടൻ തന്നെ ചെയ്യുക. അപ്പോൾ ശനി ഭഗവാൻ നൽകുന്നത് എന്താണ്? സമ്പത്ത് നമ്മൾക്ക് വളരെയധികം സമ്പത്ത് തരും. വ്യാഴം തരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള സമ്പത്തുക്കൾ ശനി ഭഗവാൻ നൽകും. എന്നാൽ വ്യാഴം നൽകുന്ന സമ്പത്തുക്കളെല്ലാം തന്നെ വ്യാഴം പോകുമ്പോൾ കൊണ്ടുപോകും. എന്നാൽ ശനിയുടെ കാലഘട്ടത്തിൽ ശനി ഭഗവാൻ നൽകുന്നത് ഒരിക്കലും ശനി ഭഗവാൻ അത് തിരിച്ചെടുക്കുകയില്ല, നമ്മൾക്ക് തന്നെ നൽകും. നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും നമ്മളുടെ മക്കൾക്കും നമ്മളുടെ തലമുറകൾക്കായിട്ട് അനുഭവിക്കുവാൻ അത് സാധിക്കും. അതിൻ്റെ എല്ലാം തന്നെ സൂചനയാണ് ഭഗവാൻ
തൻ്റെ വാഹനമായിട്ടുള്ള കാക്കകളിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.